തളടർന്നു വീണു പോകയോ, നാഥമിഴി നനഞ്ഞുലഞ്ഞു തൂകയോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പഴയ നിയമത്തിലെ എസ്തേർ എന്ന കഥാപാത്രം പുസ്തകം നമുക്കൊക്കെ ഏറെ സുപരിചിതമാണ്. ദൈവം നിയോഗിക്കുകയാണ് എസ്തേറിനെ ഒരു ജനതയെ രക്ഷിക്കാനായി. അത് വിവേകത്തോടെയും ആത്മധൈര്യത്തോടെയും ചെയ്ത് വിജയം കരസ്ഥമാക്കാൻ ദൈവം എസ്തേറിനെ ചുമതലപ്പെടുത്തുകയാണ്. സൂസായിലുള്ള എല്ലാ ജനതകളെയും രക്ഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്വമാണ് എസ്തേറിന് മേൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം 16-ാം വാക്യം ദൈവം പറഞ്ഞു കൊടുക്കുന്ന വഴികളുണ്ട്. യഹൂദ ജനതയെ രക്ഷിക്കാൻ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് ദൈവം എസ്തേറിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ പറഞ്ഞു കൊടുത്ത വഴികളിലൂടെ മാത്രം സഞ്ചരിച്ചാണ് എസ്തേർ യഹൂദ ജനത്തെ നയിക്കുന്നതും രക്ഷിക്കുന്നതും. എല്ലാ യഹൂദരെയും ഒരുമിച്ച് കൂട്ടുക, അതാണ് ദൗത്യം. ഗ്യാദർ ഓൾ ദ ജ്യൂസ് ടു ബി ഫൗണ്ട് ഇൻ സൂസ. സൂസ എന്ന സ്ഥലത്ത് കണ്ടുമുട്ടുന്ന എല്ലാ യഹൂദരെയും ഒരുമിച്ച് കൂട്ടുക എന്ന വലിയ ദൗത്യം ആണ് എസ്തേറിനെ ദൈവം ചുമതലപ്പെടുത്തുന്നത്. അങ്ങനെ ഒരുമിച്ച് കൂട്ടാനായി എങ്ങനെ വേണം, അതാണ് മനോഹരമായി ആ വാക്യത്തിൽ പറയുന്നത്. ഉപവസിച്ച് പ്രാർത്ഥിച്ച്, ഒരു ദിവസമൊന്നുമല്ല, 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് വേണം ഈ ദൗത്യത്തിലേക്ക് ഇറങ്ങാൻ. ഡു നോട്ട് ഈറ്റ് ഓർ ഡ്രിങ്ക് ഫോർ 3 days എന്നാണ് ദൈവം എസ്തേറിനോട് പറയുന്നത്. 3 ദിവസം പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഒരുങ്ങി വേണം പോകാൻ. താൻ ചെയ്യാൻ പോകുന്ന വലിയൊരു കാര്യത്തിന് ദൈവം പറഞ്ഞു കൊടുക്കുന്ന വഴിയാണത്. ഉപവസിച്ച് പ്രാർത്ഥിച്ച്. മുമ്പുകാലം അതാണ്, ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും, അതിലൂടെ ജീവിത നവീകരണം. നമുക്കറിയാം, നമ്മളെല്ലാത്തിനും ഒരു ഒരുക്കമുണ്ട്. നമുക്ക് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് നമ്മുടെയൊക്കെ വീടുകളിലായാലും പള്ളിയിലായാലും ഏത് കാര്യങ്ങൾക്കും നമുക്കൊരു പ്രിപ്പറേഷൻ നമുക്കുണ്ട്. ആ പ്രിപ്പറേഷനാണ് ഈ ഉപവാസവും പ്രാർത്ഥനയും. എൻ്റെ വീടുകളിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഫങ്ഷൻ വന്നാൽ, മിക്കവാറും എല്ലാ വീടുകളിലും എല്ലാവരും ചെയ്യാറുണ്ട്, ഒരാഴ്ചക്കാലം കുറഞ്ഞത് എല്ലാവരും പ്രാർത്ഥിക്കുകയും, ഏത് ഫങ്ഷൻ നടക്കുന്ന വീട്, എൻ്റെ സഹോദരൻ്റെ വീടാണെങ്കിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി അവിടെ കുടുംബ പ്രാർത്ഥന ചൊല്ലി ആ ഒരാഴ്ചക്കാലം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു, ഭംഗിയായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. സാധാരണഗതിയിൽ നാട്ടിലായിരിക്കുമ്പോൾ വിവാഹം നിശ്ചയിച്ചു കഴിയുമ്പോൾ നമസ്കാരം കേൾക്കാൻ വരുന്ന മക്കളോട് അച്ഛൻ പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരാഴ്ചക്കാലമെങ്കിലും നോമ്പ് നോറ്റ് പ്രാർത്ഥിച്ച് ഒരുങ്ങി വേണം വിവാഹത്തിലേക്ക് ആ കുടുംബം മുഴുവൻ വരാൻ. രണ്ടാമത്തേത്, തോബിത്തിൻ്റെ പുസ്തകം വായിക്കാൻ പറയും. തോബിത്തിൻ്റെ വിവാഹത്തെക്കുറിച്ച് പറയും. ഈ 2 കാര്യങ്ങളും ഞാൻ കൊടുക്കുന്ന ഒരു ഹോംവർക്കാണ്. മിക്കവാറും എല്ലാവരും അതനുസരിക്കാറുണ്ട്, ഭംഗിയായി ചെയ്യാറുമുണ്ട്. ഒരു വിവാഹ കാര്യം നമസ്കാരം കേൾക്കാൻ വന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞതാണ്, ഒരാഴ്ചക്കാലം കുടുംബം മുഴുവൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങണം. നമ്മുടെ കയ്യിലല്ല പലതും ഇരിക്കുന്നത്. അപ്പോൾ ആ കല്യാണത്തിൻ്റെ സദ്യക്ക് വിളമ്പിയ കറി കേടായിരുന്നു. പലർക്കും വയറിന് അസുഖമുണ്ടായി. ഒരു ദുഷ്പേരായി ആ കുടുംബത്തിനത്. എല്ലാം കഴിഞ്ഞ് എന്നെ കാണാൻ വന്ന ആ മകനോട് ഞാൻ ചോദിച്ചു, മോനെ, അച്ഛൻ 2 കാര്യങ്ങളാണ് നമസ്കാരം കേൾക്കാൻ വന്നപ്പോൾ നിന്നോട് പറഞ്ഞത്, നീ അത് ചെയ്തോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ ഓർക്കുന്നില്ല അച്ഛൻ പറഞ്ഞത്.
ഞാൻ പറഞ്ഞു, ഒരാഴ്ചക്കാലം കുടുംബം മുഴുവൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുക, മനോഹരമായി ഈ ചടങ്ങ് നടക്കാൻ. രണ്ടാമത്തേത് തോബിത്തിൻ്റെ പുസ്തകം വായിക്കുക. ഇത് രണ്ടും അവൻ ചെയ്തിട്ടില്ല. അവൻ്റെ കുടുംബം പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടില്ല ഈ വിവാഹം മനോഹരമായി നടക്കാൻ. ഞാൻ പറഞ്ഞു, മോനെ, അത് ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോൾ ഒരു വലിയൊരു ദുഷ്പേര് നിനക്കും നിൻ്റെ കുടുംബത്തിനും വന്നു. ഏതൊന്നിനു മുമ്പും ഉപവസിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങുക. എസ്തേറിനോട് ദൈവം പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം അതാണ്. സൂസായിലെ ദൈവജനത്തെ ഒരുമിച്ച് കൂട്ടുക എന്ന വലിയ ദൗത്യം ഏറ്റെടുക്കുന്നതിന് മുമ്പ് എസ്തേർ പ്രാർത്ഥിച്ചു ഒരുങ്ങി. 3 ദിവസം പ്രാർത്ഥിച്ചു ഒരുങ്ങി. ഈറ്റ് ഓർ ഡ്രിങ്ക് ഫോർ ദീസ് ഡേയ്സ്, ഡു നോട്ട്. അങ്ങനെ 3 ദിവസത്തെ പ്രാർത്ഥിച്ചൊരുങ്ങി. അപ്പോൾ ഫാസ്റ്റ്, പ്രേ ആൻഡ് പ്ലാൻ. കാര്യങ്ങൾ മനോഹരമാണ്. അതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. 9 നോമ്പിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. 9 നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു ഒരുക്കങ്ങൾ നമുക്ക് വേണം. എന്ത് പരിപാടികൾ നടക്കുമ്പോഴും അതിനു മുമ്പ് തമ്പുരാൻ്റെ ഹിതം കൂടി ഒന്നറിയാനാണ് ഈ ഉപവാസവും ഈ പ്രാർത്ഥനയും ഒക്കെ. അതറിയണം നമുക്ക്. നോമ്പുകാലത്ത് 50 നോമ്പിലെ 50 കാര്യങ്ങൾ എന്നുള്ള ലീഫ്ലെറ്റ് അച്ഛനിപ്പോൾ ആയിരിക്കുന്ന ഡാർവിൻ സെൻറ്റ് അൽഫോൺസ ഇടവകയിലെ എല്ലാ മക്കൾക്കും കൊടുത്തു, എല്ലാ വീട്ടിലേക്കും. 50 കാര്യങ്ങൾ അതിൽ ചെയ്യാനുണ്ട്. അതിലൊരു കാര്യം ഇതാണ്: ഞായറാഴ്ച 1 മണിക്കൂർ നേരം കുറഞ്ഞത് മൊബൈൽ, ഇൻ്റർനെറ്റ് എല്ലാം ഓഫാക്കി കുടുംബത്തോടൊപ്പം സംസാരിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ചെലവിടുക എന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മുമ്പെന്ന് പറയണത് ഇഷ്ടമുള്ളത്. ഇന്ന് കുർബാന കഴിഞ്ഞപ്പോൾ എന്നെ കണ്ടൊരു സഹോദരൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാച്ചാ, ഞാൻ ഈ നോമ്പുകാലത്ത് 50 ദിവസവും ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല എന്നാണ് ഞാൻ ഈ പ്രാവശ്യം എടുത്തിരിക്കുന്ന ഒരു തീരുമാനം. നമ്മൾ നല്ല തീരുമാനമാണ്. അങ്ങനെ ഒരു നോമ്പുകാലം നോമ്പിൻ്റെതായ ഒരു ആത്മീയ ചൈതന്യത്തിലേക്ക് കടന്നു വരാം. അപ്പം അങ്ങനെ നമുക്ക് നോമ്പുകാലം, നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കും ഇത് ഈ കാലത്തിൽ സാധ്യമോ എന്നുള്ളത്. അസാധ്യം എന്നുള്ളതൊന്നില്ല, സാധ്യമാണെല്ലാം. അപ്പം നമ്മുടെ ജീവിത നവീകരണത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതാണ്. ആ ഒരു നോമ്പ് നോക്കലാണ് എസ്തേറിനോടും കർത്താവ് പറഞ്ഞത്. നമ്മുടെയും ജീവിതത്തിൽ ഈ നോമ്പ് ഇതുപോലെ പ്രാർത്ഥിച്ച് ഒരുങ്ങി നോമ്പിലേക്ക് കടന്നു വരാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹം സമർത്ഥമായി ലഭിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതളടർന്നു വീണു പോകയോ, നാഥമിഴി നനഞ്ഞുലഞ്ഞു തൂകയോ, കരളുരുകി കഥനവീഥിയിൽ ഏകനായി നിൽക്കയാണു ഞാൻ. കരളുരുകി കഥനവീഥിയിൽ ഏകനായി നിൽക്കയാണു ഞാൻ. ഇതളടർന്നു വീണു പോകയോ, നാഥമിഴി നനഞ്ഞുലഞ്ഞു തൂകയോ.